നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ബോർഡിൽ കിടക്കുന്ന ചോദ്യം ഈ മിക്ക LDC പരീക്ഷയ്ക്ക് അല്ലെ ലാസ്റ്റ് ഷെയ്ഡിന്റെ പരീക്ഷയ്ക്കും PSC പരീക്ഷകൾക്കും മിക്കതിനും ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അതൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഉണ്ടോ 5നും 35നും ഇടയിൽ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? നമുക്കിങ്ങനെ ഇതിപ്പം വലിയ സംഖ്യയാണെങ്കിലും ചെറിയ സംഖ്യ, ഇതിപ്പം 5നും 35നും അടയ്ക്കാം. അപ്പൊ എന്ത് ചെയ്യണം? 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്നതാണെങ്കിൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? LCM ഓഫ് അല്ലെ ലസാഗു എന്ന് പറയും. ലസാഗു ഏതിന്റെയാ? 2ന്റെയും 3ന്റെയും. 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം LCM ഓഫ് 2ന്റെയും 3ന്റെയും ലസാഗു എത്രയാണ്? 2 × 3 6 LCM അല്ലെ. LCM 2ന്റെയും 3ന്റെയും LCM എന്ന് പറയുന്നത് 6. ഇനി 6ന്റെ അപ്പൊ നമുക്ക് LCM എത്ര കിട്ടിയോ അത് ഈ 5നും 35നും ഇടയ്ക്ക് ആ LCM കിട്ടിയതിന്റെ ഗുണിതങ്ങൾ എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 6ന്റെ ഗുണിതങ്ങൾ ഈ 5നും 35നും ഇടയ്ക്ക് എത്ര എണ്ണം ഉണ്ട്? 5 കഴിഞ്ഞാൽ പിന്നെ 6ന്റെ ഗുണിതം അല്ലെ. പിന്നെയോ 12. അത് ഇപ്പൊ എത്ര എണ്ണമായി? 2 എണ്ണമായി. അതുകൊണ്ട് നമുക്ക് എഴുതാം 6 12 18 പിന്നെ എത്രയുണ്ട്? 24 6 30 പിന്നെയോ 36 വരില്ല, കാരണം 35ന് ഇടയ്ക്ക് 5നും 35നും ഇടയ്ക്കാണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 6 12 18 24 30 1 2 3 4 5 സംഖ്യകൾ 5. അപ്പൊ എത്രയാണ് ആൻസർ? 5നും 35നും ഇടയിൽ 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യയുണ്ട്? ഇതുപോലെ അല്ലെങ്കിൽ 5 കൊണ്ടും 6 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? അപ്പോൾ ആ സംഖ്യകളുടെ ലസാഗു കാണുക. ആ ലസാഗു എത്ര കിട്ടിയോ അതിന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടോ അതിനിടയിൽ എന്ന് നോക്കിയാൽ മാത്രം മതി. ഇതാണ് ആൻസർ. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ്? 2ന്റെയും 3ന്റെയും ലസാഗു 6. 6ന്റെ ഗുണിതങ്ങൾ എത്രയുണ്ട്? 5നും 35നും ഇടയ്ക്ക് 6 12 18 24 30 5 അല്ലെ. ഇത്രയേ ഉള്ളൂ ഇത് കണ്ടുപിടിക്കാനുള്ള വഴി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.